ഇനി നമ്മൾ പോകുന്നത് മുനമ്പത്തേക്കാണ്. അവിടെ ആദ്യം മുതലേ ചെന്നതും BJP തന്നെയായിരുന്നു. BJPയും ഹൈന്ദവ സംഘടനകളും തുടരെ മുനമ്പം ജനതയുടെ ആശങ്കകൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതങ്ങനെ തുടരുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷവും മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു 56-57 ദിവസമാകുന്നു സമരത്തിന് എന്ന് തോന്നുന്നു. ഏതായാലും BJP ദേശീയ നേതൃത്വവും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, അവർക്കൊപ്പമെന്ന് പറയുകയാണ്. BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് മുനമ്പം സന്ദർശിക്കും. വഖഫ് അധിനിവേശത്തെ തുടർന്ന് റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായാണ് സന്ദർശനം. അതേസമയം മുനമ്പം വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം നേരിട്ടതോടെ വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മുനമ്പം സമരത്തിന് ആദ്യം പിന്തുണ നൽകിയത് തങ്ങളാണെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. വിവരങ്ങളുമായി കിരൺ കുമാർ ഒപ്പം ചേരുന്നു. കിരൺ, ആദ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJP ദേശീയ തലത്തിലേക്ക് വിഷയം ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായി കേരള പ്രഭാരി ഇന്ന് അവിടെ സന്ദർശിക്കുന്നു എന്നത്. രണ്ടാമത്തേത് കോൺഗ്രസിൻ്റെ വിഷയം. നമുക്ക് കോൺഗ്രസിൻ്റെ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് BJPയുടെ പിന്തുണ അതൊന്നുകൂടി ഉറപ്പിക്കുകയാണോ ഇന്ന് പ്രകാശ് ജാവ്ദേക്കർ അവിടെ എത്തുന്നതിലൂടെ? കൃഷ്ണരാജ്, മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതുവരെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നേരത്തെ തന്നെ കണ്ടിരുന്നതാണ്. മാത്രവുമല്ല, നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള പലരും, പ്രമുഖരായിട്ടുള്ള പലരും അടക്കം മുനമ്പം സന്ദർശിക്കുകയും തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപി MP എത്തിയിരുന്നു. ശോഭ കരന്തലജെ അടക്കമുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ കൂടി ഇന്ന് മുനമ്പം സന്ദർശിക്കുന്നത്. പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് 11:00 തന്നെ മുനമ്പത്ത് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം, അതിൽ കൃത്യമായ ഒരു പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് BJP ഉയർത്തിയിരുന്നത്. മാത്രവുമല്ല, ഈ വഖഫ് നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ മുനമ്പത്തെ പ്രശ്നം കൂടി പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് BJP വ്യക്തമാക്കിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയായിട്ട് തന്നെയാണ് ഏതായാലും കൂടുതൽ കേന്ദ്ര നേതൃത്വം മുനമ്പത്തേക്ക് എത്തുന്നത്. ഏതായാലും നേരത്തെ BJP രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുനമ്പം ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJP ശ്രമിക്കുന്നത് എന്നുള്ളൊരു വിമർശനമാണ് CPM-ഉം കോൺഗ്രസും നടത്തിയിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ BJP സംഘടിപ്പിച്ചിരുന്നു. മുനമ്പത്തേക്ക് പദയാത്രയും വാഹന പ്രചരണ യാത്രയും അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നത് വരെ ഇതിൽ നിന്ന് സമരപരിപാടികളിൽ നിന്നൊന്നും തന്നെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള BJPയുടെ നേതൃത്വം ഇന്ന് മുനമ്പത്തേക്ക് എത്തുന്നത്. കൃഷ്ണരാജ്, കിരണിനി രണ്ടാമത്തെ കാര്യം, ഇതുവരെ സമരക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത, സമരക്കാരെ കാണാൻ പോലും കൂട്ടാത്ത കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു ആദ്യം പിന്തുണ നൽകിയത് ഞങ്ങളാണെന്ന്. അപകടം തിരിച്ചറിയുന്നുണ്ടോ കോൺഗ്രസ്? കൃഷ്ണരാജ്, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നത് വരെ ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്നതാണ് കോൺഗ്രസ്. പലപ്പോഴും ഈ അതിൻ്റെ ഒരു സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് എത്തിയ സമയത്തൊക്കെ എല്ലാം തന്നെ മുനമ്പം പ്രശ്നം ഉയർത്തിക്കാട്ടാതെ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാതെ മാറി നിന്നവരായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇന്നലെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഐക്യദാർഢ്യ സദസ്സ് നടത്തിയത്. അതായത് മുനമ്പത്തെ ജനങ്ങൾ പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് കടന്നിട്ട് 56-ാം ദിവസമായിരുന്നു ഇന്നലെ. ഇങ്ങനെ ഒരു നിരാഹാര സമരം നടന്ന് അത് 56-ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് കോൺഗ്രസ് ഒരു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കുന്നത്. അതും എറണാകുളത്ത് വെച്ചായിരുന്നു സദസ്സ്. ഇവർക്ക് മുനമ്പത്തേക്ക് ചെന്ന് അവിടെ ഒരു പരിപാടി നടത്തിയാൽ പോലും ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് വെച്ച് അങ്ങനെ ഒരു പരിപാടി, എറണാകുളം നഗരത്തിലെ മേനക ജംഗ്ഷനിൽ വെച്ച് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് മുനമ്പത്തെ വിഷയത്തിൽ നിന്ന് പലപ്പോഴും മൗനം പാലിപ്പിച്ച കോൺഗ്രസിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന്
നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത വർഷം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളൊരു കണക്കൂട്ടൽ അല്ലെങ്കിൽ ആ ഒരു ഭയത്തെ തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് കടക്കാനായിട്ട് തയ്യാറാകുന്നത്. ഈ സമയത്ത് ഇന്നലെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച VD സതീശൻ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ മുനമ്പത്തെ ജനങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവർ ആദ്യഘട്ടത്തിൽ MLA-യും മറ്റു മന്ത്രിമാരെയൊക്കെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് വന്നിരുന്നു. ആ സമയത്ത് തങ്ങളാണ് അവർക്ക് സഹായങ്ങൾ നൽകിയിരുന്നത്. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം അത് അത്ര നിസ്സാരമല്ല എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിഷയത്തിന് കൂടെ നിന്നത് തങ്ങളാണ്, സമരം തുടങ്ങുന്നതിന് മുൻപേ ആദ്യഘട്ടത്തിൽ അവിടെ എത്തിയത് തങ്ങളാണ് എന്ന തരത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശദീകരണം സ്വന്തം പാർട്ടിക്കാർക്ക് ഉള്ളിൽ തന്നെ നൽകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ വ്യക്തമായതാണ്, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുസ്ലിം മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടാതെ കോൺഗ്രസ് ഒരു സമീപനം, മൗനമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം മുനമ്പത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിനെതിരായിട്ട് തിരിയുന്ന രീതിയിലേക്ക് എത്തി. ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുനമ്പത്തേക്ക് എത്തുന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ശമിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടെ മുനമ്പം ജനങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഒരു കത്ത് നൽകുന്നത്. അതിലെ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഒന്ന് ഇത് തന്നെയായിരുന്നു. എന്തുകൊണ്ട് ഈ മുനമ്പം ജനങ്ങൾക്കടക്കം ദുരിതത്തിന് കാരണമായിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയിൽ ഐക്യകണ്ഠേന, മാത്രവുമല്ല മുനമ്പത്തെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, കേന്ദ്രത്തിൽ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസിന്റെ എംപിമാർ മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് അവകാശവാദവുമായി വരുന്നു. ഞങ്ങളാണ് ആദ്യം മുനമ്പം വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എന്ന്.